ഒരു ബാക്ടീരിയൽ കൾച്ചർ മീഡിയത്തിൽ ബാക്ടീരിയ വളരുന്ന ഘട്ടത്തിന്റെ ഓർഡർ ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്. ഈ ലാഗ് ഫേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ന്യൂട്രിയന്റ് മീഡിയവുമായിട്ട് നമ്മുടെ ബാക്ടീരിയ അഡാപ്റ്റ് ചെയ്യുകയാണ്, പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അനു രാജേഷ്. ഓഗസ്റ്റ് 2 സെറ്റ് എക്സാം. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവര്, പഠിക്കാൻ നമുക്ക് ഇനിയും സമയമുണ്ട്. ആകെ 75 ദിവസം ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ ഡെസ്പായിട്ടിരിക്കേണ്ട. ഈ 75 ദിവസത്തിനുള്ളിൽ നമുക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാവുന്നതാണ്. നോക്കിക്കേ, ഇവിടെ കുറെ ഫോട്ടോസ് ഉണ്ട്. ഇവരിൽ ഒരാളായിട്ട് നിങ്ങൾക്ക് മാറണമെങ്കിൽ, ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ, പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. 75 ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ട് CCയുടെ സെറ്റ് ടീം നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. ഇനിയും നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ഇന്ന് തന്നെ CCയുടെ ലേണിംഗ് ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇക്കഴിഞ്ഞ സെറ്റ് എക്സാമിന് ചോദിച്ച ഒരു PYQ പരിചയപ്പെടാം. ഇൻ ബാച്ച് കൾച്ചർ ബാക്ടീരിയ എക്സിബിറ്റ് ഗ്രോത്ത് ഫേസ് ഇൻ ദ ഓർഡർ. അതായത് ഒരു ബാക്ടീരിയൽ കൾച്ചർ മീഡിയത്തിൽ ബാക്ടീരിയ വളരുന്ന ഘട്ടത്തിന്റെ ഓർഡർ ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. സാധാരണ മൈക്രോബയോളജിയിൽ ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഒന്നല്ലെങ്കിൽ ലോഗ് ഫേസ് എന്താണ്, അല്ലെങ്കിൽ ലാഗ് ഫേസിൽ എന്താണ് സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ സ്ഥിരം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇതിനൊരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞു ബാക്ടീരിയൽ കൾച്ചർ മീഡിയത്തിൽ ഒരു ബാക്ടീരിയ വളരുമ്പോൾ പ്രധാനപ്പെട്ട ഗ്രോത്ത് ഫേസസ് ഏതൊക്കെയാണെന്നാണ്. ഇതിന്റെ ആൻസർ പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ആൻസറിലേക്ക് വരാം. ഓക്കെ, ഹിയർ നമുക്കറിയാം ഒരു ബാക്ടീരിയ ഒരു കൾച്ചർ മീഡിയത്തിൽ വളരുമ്പോൾ അതിനെ 4 ഫേസിലൂടെയാണ് അത് ആക്ച്വലി കടന്നു പോകുന്നത്. അതായത് ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ് ആൻഡ് ഡെത്ത് ഫേസ്. നമുക്കറിയാം ഒരു ബാക്ടീരിയനെ നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, ക്ലൈമറ്റ്, എൻവയോൺമെന്റ് എല്ലാം നമ്മൾ ഒരുക്കേണ്ടതുണ്ട് ആണല്ലോ. അപ്പൊ ഈ ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ലാഗ് ഫേസ് ആണ്. ഈ ലാഗ് ഫേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ന്യൂട്രിയന്റ് മീഡിയവുമായിട്ട് നമ്മുടെ ബാക്ടീരിയ അഡാപ്റ്റ് ചെയ്യുകയാണ്, പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഹിയർ ദ ബാക്ടീരിയ ആർ ഇനോക്കുലേറ്റഡ് ഇൻ ടു ഫ്രഷ് കൾച്ചർ മീഡിയം. ദേ ഡു നോട്ട് ഡിവൈഡ് ഇമ്മീഡിയറ്റ്ലി. അതായത് ഒരു ബാക്ടീരിയനെ നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ, ആ മീഡിയത്തിൽ ഇടുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഡിവൈഡ് ചെയ്യത്തില്ല. എന്താണ് കാരണം? they have to adapt with their environment. The bacteria takes some time to adjust to the new environment. അതായത് പുതിയ ന്യൂട്രിയന്റ് മീഡിയവുമായിട്ട് ബാക്ടീരിയക്ക് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അതിനൊരു സമയം വേണം. ക്ലിയർ? ഓക്കെ, അപ്പൊ അത് ഏത് ഫേസിലാണ്? ലാഗ് ഫേസ്. ഹിയർ it is characterized by the period in which there is no increase in the number of cell. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലാഗ് ഫേസിൽ ബാക്ടീരിയ ഇൻക്രീസ് ചെയ്യുന്നില്ല. അത് ആ ന്യൂട്രിയന്റ് മീഡിയം, കൾച്ചർ മീഡിയവുമായിട്ട് പൊരുത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? പക്ഷേ മെറ്റാബോളിക്കലി അവർ ആക്റ്റീവ് ആയിരിക്കും, അത് ഓർത്തിരിക്കുക. അടുത്ത രണ്ടാമത്തെ ഫേസ് ആണ് ലോഗ് ഫേസ്. ഇവിടെയാണ് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നത്. ഇതിന് വേറൊരു പേരും കൂടിയുണ്ട്, എക്സ്പോണൻഷ്യൽ ഫേസ്. എക്സ്പോണൻഷ്യൽ ഫേസിന്റെ പ്രത്യേകത ബാക്ടീരിയ മൾട്ടിപ്ലൈ റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന്, വളരെ സ്പീഡിൽ അല്ലെ ഇതെന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഏത് രീതിയിലാണ് ബാക്ടീരിയ മെയിൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ത്രൂ ബൈനറി ഫിഷൻ. അപ്പൊ ലോഗ് ഫേസിന്റെ പ്രത്യേകത ബാക്ടീരിയ കണ്ടിന്യൂസ് ആയിട്ട് വളരെ റാപ്പിഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് മാക്സിമം റേറ്റ് ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ആൻഡ് മാക്സിമം റേറ്റ് ആണ്. അങ്ങനെയുള്ള പർട്ടിക്കുലർ ടൈമിന്
പറയുന്ന പേരാണ് ജനറേഷൻ ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിനുള്ളിൽ എത്രത്തോളം ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്തു എന്നതാണ് ആക്ച്വലി എന്ത് ജനറേഷൻ ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും ബാക്ടീരിയ ഹൈലി ആക്റ്റീവ് ആയിരിക്കും. കാരണം പറഞ്ഞാൽ റീപ്രൊഡ്യൂസ് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ നടക്കണം, വേണ്ടേ? ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈക്രോബയോളജി. എന്തുകൊണ്ടാണ്? ബാക്ടീരിയ ആർ മോസ്റ്റ് സെൻസിറ്റീവ് ടു ആന്റിബയോട്ടിക്സ്, ദെൻ റേഡിയേഷൻ ആൻഡ് കെമിക്കൽ ഏജൻറ്റ്സ് ഡ്യൂറിങ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞ ലാഗ് ഫേസ്. ലാഗ് ഫേസിൽ ബാക്ടീരിയ വളരുന്നില്ല, ഐ മീൻ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഫേസ് ആയ ലോഗ് ഫേസ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസിലാണ് ബാക്ടീരിയ എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ഫേസ് ആണ് സ്റ്റേഷനറി ഫേസ്. പേരിൽ തന്നെയുണ്ട് സ്റ്റേഷനറി. ഹിയർ ദ ബാക്ടീരിയൽ ഗ്രോത്ത് റീച്ചസ് ദ സ്റ്റേറ്റ് ഡ്യൂറിങ് വിച്ച് ദർ ഈസ് നോ നെറ്റ് ഇൻക്രീസ് ഇൻ ബാക്ടീരിയൽ പോപ്പുലേഷൻ. അപ്പൊ എത്രത്തോളം ലോഗ് ഫേസിൽ ഉണ്ടായോ അത്രത്തോളം തന്നെ ഇനി പിന്നെ ഒരു ഇൻക്രീസ് അതിൽ ഉണ്ടാവത്തില്ല. കാരണം എന്തായിരിക്കും? ഇവിടെ കൂടുതൽ ബാക്ടീരിയ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് വേസ്റ്റ് മെറ്റീരിയലും കൂടി വരുന്നുണ്ട്. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കിക്കേ, സ്റ്റേഷനറി ഫേസിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നോ നെറ്റ് ഇൻക്രീസ് ഇൻ ദ ബാക്ടീരിയൽ പോപ്പുലേഷൻ. ദിസ് ഈസ് കോൾഡ് stationary phase. Here it is a constant bacterial population is maintained by balance between cell division and cell death. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സെൽ ഡെത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു സെൽ ഗ്രോത്ത്, അല്ലെങ്കിൽ സെൽ ബാക്ടീരിയ ഉണ്ടാകുന്നതും അതേപോലെ തന്നെ ഡെഡ് ആവുന്നതും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? സ്റ്റേഷനറി ഫേസ് എന്ന പേര് വരാൻ കാരണം. നമ്പർ ഓഫ് സെൽ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഈക്വൽ ടു നമ്പർ ഓഫ് സെൽ ഡൈയിങ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? ലാഗ് ഫേസ് പറഞ്ഞു, ദെൻ ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ദെൻ ലാസ്റ്റ് ഫേസ് ഉണ്ട് ഡെത്ത് ഫേസ് അല്ലെങ്കിൽ ഡിക്ലൈൻ ഫേസ് എന്ന് പറയും. ഈ ഡെത്ത് ഫേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ നല്ലപോലെ മൾട്ടിപ്ലൈ ചെയ്തു, വേസ്റ്റ് മെറ്റീരിയൽ ഒക്കെ ഉണ്ടായി, പിന്നെ എയർ സർക്കുലേഷൻ ഒന്നും പിന്നെ ഉണ്ടാവത്തില്ല. അപ്പൊ ഇത് എന്ത് ചെയ്യും? ഗ്രാജ്വലി ഡെഡ് ആയി കൊണ്ടുവരുവാണ് ആക്ച്വലി ചെയ്യുന്നത്. ഹിയർ ഡിപ്ലീഷൻ ഓഫ് ന്യൂട്രിയൻസ്. കാരണം പറഞ്ഞ ന്യൂട്രിയൻസ് ബാക്ടീരിയ വളരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ന്യൂട്രിയൻസും യൂട്ടിലൈസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? പിന്നെ എന്തില്ല? ന്യൂട്രിയൻസ് അവിടെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ലാസ്റ്റ് ഫേസ് ആകുമ്പോഴേക്കും ദർ ഇസ് എ ഡിപ്ലീഷൻ ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് അക്യുമുലേഷൻ ഓഫ് ടോക്സിക് വേസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതെന്ത് ഫേസ് ആണ്? ഡെത്ത് ഫേസ് ആണ് ആക്ച്വലി. ഓർത്തിരിക്കുക, നോട്ട് ഓൾ ബാക്ടീരിയ ഡൈ അറ്റ് ദ സെയിം റേറ്റ്. അതായത് ഒരേ ടൈമിൽ അത് ഒരേ റേറ്റിലും ആയിരിക്കില്ല. കാരണം പറഞ്ഞ പല സ്പീഷീസ് ആയിരിക്കും, പല ബാക്ടീരിയക്ക് പല ക്യാരക്ടർ ആയിരിക്കും, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആയാലും ഉണ്ട്. അപ്പൊ നോക്കിക്കേ, നോട്ട് ഓൾ ബാക്ടീരിയ ഡൈ അറ്റ് ദ സെയിം റേറ്റ് ബട്ട് some die faster than while others are more resistant and remain viable for longer time. ചിലത് പെട്ടെന്ന് ഡൈ ആകുന്നു, ചിലതിന് എന്തുണ്ട്? സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് അവർ പെട്ടെന്ന് ഡെഡ് ആകുന്നില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് സ്പോർ ഫോമിംഗ് ബാക്ടീരിയ. ക്ലോസ്ട്രീഡിയം പോലെയുള്ള ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻഡോസ്പോർ ഫോർമേഷൻ ഉണ്ട്. അതായത് അഡ്വേഴ്സ് കണ്ടീഷനിൽ അവരെന്ത് ചെയ്യും? സ്പോർ ഫോർമേഷൻ നടക്കും. ദെൻ പിന്നെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ, ഐ മീൻ ക്ലൈമറ്റ് വരുമ്പോൾ അവര് വീണ്ടും എന്ത് ചെയ്യും? ഗ്രോത്ത് നടക്കുവാണ് ആക്ച്വലി ചെയ്യുന്നത്. അങ്ങനെ സ്പോർ ഫോമിംഗ് ബാക്ടീരിയ കൂടി ഇവിടെ ഉണ്ടെന്ന് കാര്യം ഓർക്കുക. അപ്പൊ മക്കളെ, നമ്മൾ എന്താ പറഞ്ഞത്? ബാക്ടീരിയയുടെ കൾച്ചർ മീഡിയത്തിലെ ഗ്രോത്ത് ഫേസസ്, അങ്ങനെ 4 ഫേസും നമ്മൾ കവർ ചെയ്തു. ഒന്നാമത്തെ ഫേസ് എന്തായിരുന്നു? ലാഗ് ഫേസ്. 2 ലോഗ് ഫേസ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് ആയിട്ടാണ് വരിക. ദെൻ മൂന്നാമത്തെ ഫേസ് ആണ് എന്ത്? സ്റ്റേഷനറി ഫേസ്. ആൻഡ് ലാസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഡെഡ് ഫേസ്. ഡെഡ് ഫേസിൽ അല്ലെങ്കിൽ ഡിക്ലൈൻ ഫേസ് എന്ന് നമ്മൾ പറയും. ഇവിടെ ബാക്ടീരിയ ഒരു കാരണവശാലും വളരുന്നില്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കർവ് ആയിട്ട് ആക്ച്വലി കിട്ടും. ഇതാണ് ഗ്രോത്ത് കർവ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ് ആൻഡ് ഡെത്ത് ഫേസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ആദ്യം പറഞ്ഞ PYQലേക്ക് നമുക്ക് വരാം. ഇൻ ബാച്ച് കൾച്ചർ ബാക്ടീരിയ എക്സിബിറ്റ് ഗ്രോത്ത് ഫേസ് ഇൻ ദ ഓർഡർ. ഇപ്പൊ നമുക്ക് അത് പഠിച്ചത് കൊണ്ട് ഏതാണ് കൃത്യമായിട്ട് ആൻസർ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ഏതാണ് ആൻസർ? ലാഗ് ഫേസ്, ലോഗ് ഫേസ്,
സ്റ്റേഷനറി ഫേസ്, ഡീക്ലൈൻ ഫേസ്. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. മൈക്രോബയോളജിയിൽ നിന്ന് ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ടേമിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. ഓക്കെ, ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ CCയിൽ 75 ഡേ എക്സ്ക്ലൂസീവ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.